2021 ഏപ്രിൽ മാസത്തിൽ നടന്ന സ്റ്റാറ്റിസ്റ്റിക്സ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ചൂസ് ദ കറക്റ്റ് ആൻസർ. ഫസ്റ്റ് വൺ, ദ കോറിലേഷൻ ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഈസ്. ഇൻകവും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള കോറിലേഷൻ പോസിറ്റീവ്. ഫോർ എ ബൈവേരിയേറ്റ് ഡാറ്റ, covariance of xy equal to 10, variance of x equal to 16, variance of y equal to 9. Find the correlation coefficient. Covarianceും varianceും തന്നിട്ടുണ്ടെങ്കിൽ ഫോർമുല correlation equal to covariance of xy divided by root of variance of x into variance of y ആണ്. അപ്പൊ നോക്കൂ, ഈ കാണുന്ന പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 0.833. Question number 2, choose the correct answer. Correlation coefficient is the geometric mean of regression coefficient. The regression coefficient obtained in an analysis is byx equal to negative 0.225 and bxy equal to negative 0.4. Calculate the correlation coefficient. റിഗ്രഷൻ കോഎഫിഷ്യന്റിൽ നിന്ന് കോറിലേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല r ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് bxy ഇൻറ്റു byx. ഈ തന്നിരിക്കുന്ന റിഗ്രഷൻ കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 0.09 ആണ്. റൂട്ട് എടുക്കുക, സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ 0.3. ഇനി ശ്രദ്ധിക്കാനുള്ളത് bxyയും byxും ഇവ രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ കോറിലേഷനും നെഗറ്റീവ് ആണ്. Question number 3, the following details were obtained for a bivariate data with 10 observations. Sigma x equal to 150, sigma y equal to 200, bxy equal to 0.95. Obtain the regression line of x on y. Regression line x on y in the formula x minus x bar equal to bxy into y minus y bar ആണ്. എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല സിഗ്മ എക്സ് ബൈ എൻ ആണ്. വൈ ബാർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല വൈന്റെ ടോട്ടല് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. സോ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എക്സ് മൈനസ് 15 ഈക്വൽ ടു 0.95 ഇൻറ്റു വൈ മൈനസ് 20 ഇങ്ങനെ എഴുതിയിട്ട് നിർത്താം. അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം എക്സ് ഈക്വൽ ടു 0.95 വൈ മൈനസ് 4 ഇങ്ങനെ ആയാലും ഒരേ മാർക്ക് കിട്ടും. ചൂസ് ദ കറക്റ്റ് ആൻസർ. ഇഫ് y ഈക്വൽ ടു 2x പ്ലസ് 3 then dy by dx ഈക്വൽ ടു 2xന്റെ ഡെറിവേറ്റീവ് 2 ആണ് ആൻസർ. ഫൈൻഡ് d സ്ക്വയർ y by dx സ്ക്വയർ if y ഈക്വൽ ടു 2x ക്യൂബ് മൈനസ് 4x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 10. നോക്കൂ, ഫസ്റ്റ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് dy ബൈ dx 6x സ്ക്വയർ മൈനസ് 8x പ്ലസ് 6 ആണ്. ആ കിട്ടിയതിനെ വീണ്ടും ഡെറിവേറ്റീവ് ചെയ്യണു. വീണ്ടും ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ 12x മൈനസ് 8 ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 5, ചൂസ് ദ കറക്റ്റ് ആൻസർ. ഇഫ് ഇന്റഗ്രൽ x raised to 4 dx equal to x raised to 10 by 10 plus c, find the value of n. ഇപ്പൊ ക്വസ്റ്റ്യനിൽ എവിടെയും n എന്നുള്ളൊരു വേരിയബിളിനെ കുറിച്ച് പറയാത്തത് കൊണ്ട് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആവാം ആ ക്വസ്റ്റ്യൻ. ദെൻ ഇതിലെ നെക്സ്റ്റ് വൺ, ഫൈൻഡ് k. ഇഫ് ഇന്റഗ്രൽ 0 to k x സ്ക്വയർ dx ഈക്വൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴേ k ക്യൂബ് 1/3 ഇൻറ്റു k ക്യൂബ് മൈനസ് 0 ക്യൂബ് ഈക്വൽ ടു 9 എന്ന് വരും. ഇനി 3 9ന്റെ കൂടെ കൊണ്ടുപോയി. അപ്പൊ കെ ക്യൂബ് മൈനസ് 0 ക്യൂബ് ഈക്വൽ ടു 9 ഇൻറ്റു 3. കെ ക്യൂബ് പറഞ്ഞാല് 27 ആണ്. കെ ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 27. ഇപ്പൊ ക്യൂബ് റൂട്ട് 27 എന്ന് വെച്ചാൽ എത്രയാണ്? 3 ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 6, ചൂസ് ദ കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ ഫോർ എ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. ഇപ്പൊ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസിൽ പറയുന്നത് തേർഡ് പ്രോപ്പർട്ടി പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ എക്സ് ആണ്. ആ പ്രോപ്പർട്ടിയാണ് തേർഡ് വൺ ആണ് ഇതില് റോങ് ആയിട്ട് കാണുന്നത്. Then 6th B question,
Check whether the following is the PMF of a random variable x. തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഒരു പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആവണം എന്നുണ്ടെങ്കിൽ എല്ലാ പ്രോബബിലിറ്റിയും 0-നേക്കാളും വലുതാവണം. ഇവിടെ തന്നിരിക്കുന്ന പ്രോബബിലിറ്റി എല്ലാം തന്നെ 0-നേക്കാളും വലുതാണ്. രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് പ്രോബബിലിറ്റി എല്ലാം കൂടെ കൂട്ടുമ്പോൾ 1 ആവണം. ആ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണ്. സോ ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് എ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. Question number 7. Choose the correct answer. For a Poisson distribution, Poisson distribution ന്റെ പ്രത്യേകത മീനും വേരിയൻസും ഈക്വൽ ആണ്. സെക്കൻഡ് ഓപ്ഷൻ ആണ് കറക്റ്റ്. Then അതിലെ നെക്സ്റ്റ് വൺ, the mean of a Poisson variable x is 2. അതായത് Poisson distributionന്റെ മീൻ 2 ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 4 എത്രയാണെന്ന ചോദ്യം. പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്ന് പറഞ്ഞാല് ലാംഡയാണ് 2 എന്ന് തന്നിരിക്കുന്നത്. ലാംഡയുടെ വാല്യൂ 2 എന്ന് എഴുതി കൊടുത്തു. അതിനുശേഷം പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ PDF എഴുതുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇനി ചോദിച്ചിരിക്കുന്നത് എക്സിന്റെ വാല്യൂ 4 ആവുമ്പോൾ എന്താണ് പ്രോബബിലിറ്റി. പിന്നെ എന്ത് ചെയ്യാ, ഈ കിട്ടിയിരിക്കുന്ന പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ എഫ് ഓഫ് എക്സില് ലാംഡയ്ക്ക് പകരമായി 2 എന്നും എക്സിന്റെ പ്ലേസിൽ 4 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 2/3 ഇൻറ്റു 0.1353. ഇത് സോൾവ് ചെയ്യുമ്പോൾ 0.0902 ആണെന്ന് ആൻസർ വരുന്നുണ്ട്. Question number 8. A binomial distribution has mean 6 and variance 4. Write the probability mass function of the distribution. Binomial distribution le mean NP ആണ് 6, NPQ variance ആണ് 4. variance നെ mean കൊണ്ട് ഡിവൈഡ് ചെയ്തു. അന്നേരം Q വാല്യൂ കിട്ടും. Q ഈക്വൽ ടു 2/3 ആണ്. അങ്ങനെയെങ്കിൽ P ഈക്വൽ ടു 1 മൈനസ് 2/3. So which is equal to 1/3. Pയും Qയും കിട്ടിക്കഴിഞ്ഞാൽ NP ഈക്വൽ ടു 6 ആണ്. NP 6 ആണെങ്കിൽ N ഇൻറ്റു 1/3 ആണ് 6. അതിൽ നിന്ന് Nന്റെ വാല്യൂ 18 ആണെന്ന് കിട്ടും. ദെൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ എഫ് ഓഫ് എക്സ് എഴുതിയിടുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു NCX P റേസ് ടു എക്സ് Q റേസ് ടു N മൈനസ് എക്സ് എക്സ് ഈക്വൽ ടു 0, 1, 2, 3 എക്സെട്ര അപ് ടു N വരെയാണ്. ഈ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ എഫ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആയി. ക്വസ്റ്റ്യൻ നമ്പർ 9. ചൂസ് ദ കറക്റ്റ് ആൻസർ. ദ മീഡിയൻ ഓഫ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ്. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ, മീഡിയൻ, മോഡ് എല്ലാം തന്നെ മ്യൂ ആണ്. റൈറ്റ് എനി 4 പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഏതെങ്കിലും 4 പ്രോപ്പർട്ടീസ് എഴുതാനാണ് പറയുന്നത്. ഈ 11 പ്രോപ്പർട്ടിയിൽ ഇഷ്ടമുള്ള 4 എണ്ണം എഴുതുക. Choose the correct answer. An assumption made about the value of a population parameter is. Answer hypothesis ആണ്. Second one, what is mean by type 1 and type 2 errors? Type 1 എററും type 2 എററിന്റെയും ഡെഫിനിഷൻ ഈ കാണുന്നതാണ്. ഇതേപോലെ എഴുതിയാൽ മതിയാകും. Then question number 11. What are the desirable properties of a good estimator? ഒരു good estimator ആവാനുള്ള desirable properties unbiasedness, efficiency, sufficiency, consistency. ഈ 4 കാര്യങ്ങളാണ്. Choose the correct answer. Which of the following is an unbiased estimator of population mean? Population mean ന്റെ unbiased estimator sample mean ആണ്. Choose the correct answer. നെയിം ദ ടെസ്റ്റ് യൂസ്ഡ് ഇൻ അനോവ. അനോവയിൽ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് എഫ് ടെസ്റ്റ് ആണ്. അതായത് നമ്മൾ അനോവ ടേബിൾ വരയുമ്പോൾ ലാസ്റ്റ് കോളം എഫ് റേഷ്യോ അല്ലെങ്കിൽ എഫ് ടെസ്റ്റ്. വാട്ട് ആർ ദ അസംഷൻസ് അണ്ടർലയിങ് അനോവ? നോക്കൂ, ഇതൊക്കെയാണ് അനോവയുടെ അസംഷൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 13. കൺട്രോൾ ചാർട്ട് വാസ് ഇൻവെന്റഡ് ബൈ. വാൾട്ടർ എ ഷ്വാർട്ട് ആണ് ആൻസർ. റൈറ്റ് എനി 2 uses of statistical quality control. സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിന് ഇത്രയും യൂസസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും 2 എണ്ണം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ടു എൻഷുർ ക്വാളിറ്റി, എ കമ്പനി മെഷേഴ്സ് 10 samples of 2 packets, each taken at every 1 hour interval.
the value of x bar and r are computed, and it is found that sigma x bar equal to 27 and sigma r equal to 10. Find the control limit for x bar chart. അപ്പോൾ എക്സ് ബാർ ചാർട്ടിന്റെ കൺട്രോൾ ലിമിറ്റ് ഏതൊക്കെയാണ്? CL, കൺട്രോൾ ലൈൻ, UCL, LCL, ഈ 3 വാല്യൂസ് ഉണ്ട്. കൺട്രോൾ ലൈൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എക്സ് ബാർ ബാർ ആണ്. അപ്പൊ സിഗ്മ എക്സ് ബാറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 27 ഡിവൈഡഡ് ബൈ 10 വിച്ച് ഈസ് ഈക്വൽ ടു 2.7 ആണ് ആൻസർ. UCL കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എക്സ് ബാർ ബാർ പ്ലസ് A2 R ബാർ ആണ്. അപ്പൊ A2ന്റെ വാല്യൂ 1.88 തന്നിട്ടുണ്ട്. ആർ ബാർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? സിഗ്മ ആറിന് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എത്ര മെഷേഴ്സ് ആണ്? 10 മെഷേഴ്സ്, 10 by 10 വിച്ച് ഈസ് ഈക്വൽ ടു 1. So UCL equal to 2.7 plus 1.88 into 10 by 10. 10 by 10 1 ആയി മാറി. So 2.7 plus 1.88 which is equal to 4.58 ആണ് ആൻസർ. LCL കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എക്സ് ബാർ ബാർ മൈനസ് A2 R ബാർ ആണ്. സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 0.82 ആണ്. ഡിഫൈൻ ദ ഫോളോയിങ്. സിഗ്നിഫിക്കൻസ് ലെവൽ, ഇതാണ് ഡെഫിനിഷൻ. ക്രിട്ടിക്കൽ റീജിയന്റെ ഡെഫിനിഷൻ ഇതാണ്. പവർ ഓഫ് എ ടെസ്റ്റ്. ചൂസ് ദ കറക്റ്റ് ആൻസർ. അനദർ നെയിം ഓഫ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഈസ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ മറ്റൊരു പേര് കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് ആണ്. നെക്സ്റ്റ് വൺ, ദ പ്രൈസ് ഓഫ് കോമഡിറ്റി ഇൻ 2015 is ₹45 and its price in 2020 is ₹50. Calculate price relative. Price relative calculate ചെയ്യാനുള്ള ഫോർമുല P1 by P0 into 100 ആണ്. P1 ന്റെ വാല്യൂ 50 ആണ്, P0 ന്റെ വാല്യൂ 45 ആണ്. അപ്പൊ 50 by 45 into 100 സോൾവ് ചെയ്യുമ്പോൾ 1.11 into 100. സോൾവ് ചെയ്യുമ്പോൾ 1.11 into 100 which is equal to 111.11. അപ്പൊ ഇത്രയാണ് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. If you like the video, please subscribe and press the bell icon.